ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് റബ്ബർ ബാൻഡ് കെട്ടി വലിയ റബ്ബർ ബാൻഡ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കെട്ടുന്ന ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സൈഡിലത്തെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം. ഈ റബ്ബർ ബാൻഡിനെ ഇതിനെ നേരെ നൂത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ റബ്ബർ ബാൻഡ് കയറ്റി എന്നിട്ട് അതിനെ ചുരുക്കി ഇതിങ്ങനെ കയറ്റുക. എന്നിട്ട് ഇതിൻ്റെ ഹോളിൻ്റെ ഇടയിൽ കൂടെ കയറ്റുക. അങ്ങനെ ഇവിടെ ഒരു കെട്ടായി. ഇത് നമുക്ക് അഴിക്കാനും പറ്റും. അങ്ങനെ നമുക്ക് ഇത്രയും റബ്ബർ ബാൻഡ് ചെയ്യാണ്ടാണ്. പിന്നെ ഇതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ സമയം കുറേ പോയി. റബ്ബർ ബാൻഡ് നല്ല നീളത്തിൽ വന്നിട്ടുണ്ട്, കാണാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇനിയും കെട്ടി ഫുള്ളാക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അച്ഛനും കൂടി ചേർന്നാണ് കെട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് ഞാൻ ദൂരെ നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ദൂരെ നിന്നാലും നിങ്ങൾക്കിത് ഇത്രയും റബ്ബർ ബാൻഡ് വലുതിനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഗൈസ്, എല്ലാ വേറൊന്നുമല്ല. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ദെൻ കമൻറ്റ്. നിങ്ങൾ CR7 ഫാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സി ഫാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. ഇങ്ങനെ കെട്ടിയാണ്. ഒന്ന് പോസ് ചെയ്യാൻ ഇപ്പോൾ വരാം. ഓക്കെ. സമയം പോയി. അപ്പോൾ ഇത്തിരിയും കൂടി വലുതായി. അതിനാൽ പാർട്ട് 2 വേണ്ടി വീണ്ടും ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.